ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഒരു ജോബ് വാക്കൻസിയുടെ വിവരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ഏകദേശം 2000-ഓളം ഒഴിവുകളുമായിട്ട് ഒരു പുതിയ വേക്കൻസി അല്ലെങ്കിൽ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഏത് ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ്. ബിടെക് ആവട്ടെ, ബി എ ആവട്ടെ, BSc ആവട്ടെ, BCom ആവട്ടെ. അപ്പോൾ നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ കടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വിവിധ പരീക്ഷകൾക്ക് പഠിക്കേണ്ടതിന് വേണ്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ ഇത്തരത്തിലുള്ള പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസ് കൂടി ലഭിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ ഒരു ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ 19-ാം തീയതി മുതലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജനുവരി 9 അപ്പോൾ ജനുവരി 9 ലാസ്റ്റ് ഡേറ്റ് എന്ന് ഓർത്തു വെക്കണം. അപ്പോൾ അസിസ്റ്റന്റ് ഇൻ സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ, അപ്പോൾ ഇതാണ് പേര്. ഗ്രേഡ് 2 എക്സിക്യൂട്ടീവ് ആണ്, നോൺ ഗസറ്റഡ് പോസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഫീ ഉണ്ട്. ഫീയുടെ വിശദാംശങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കണം, ലാസ്റ്റ് ഡേറ്റ് ജനുവരി 9. അപ്പോൾ നമുക്ക് എത്ര വേക്കൻസി ഉണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ പരീക്ഷ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേക്കൻസികൾ 2000 വേക്കൻസികളുണ്ട്. ജനറലിന് 989, എക്കണോമിക്കലി വീക്കർ സെക്ഷന് 113, OBC 417, SC 360, ST 121. അപ്പോൾ ഇതിൻ്റെ സാലറി നോക്കിക്കഴിഞ്ഞാൽ നല്ല ഉയർന്ന സാലറിയാണ്. 44,900 മുതൽ 1,42,400 വരെയാണ് ബേസിക് പറയുന്നത്. അപ്പോൾ ബേസിക്കിൻ്റെ കൂടെ DA ഉണ്ടാവും. DA ഏകദേശം 20% വരും. DA കഴിഞ്ഞ് കഴിഞ്ഞാൽ HRA ഉണ്ടാവും. HRA മറ്റ് അലവൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് 20% ബേസിക് പേ ഉണ്ട്. അപ്പോൾ ഓൾറെഡി 44,900 ആണെങ്കിൽ അതിൻ്റെ കൂടെ ഏകദേശം ഒരു 10,000 രൂപ കൂടി കൂടും. 9,800 രൂപ കൂടി കൂടും. അപ്പോൾ ഏകദേശം 50-55,000 മുകളിൽ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഏകദേശം 55,000 മുകളിൽ സാലറി നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കിട്ടും. നല്ലൊരു ജോലിയാണെന്ന് ഉറപ്പായിട്ടും പറയാം. അപ്പോൾ എന്താണ് ക്വാളിഫിക്കേഷൻ? ഗ്രാജുവേഷൻ ഓർ ഈക്വാലന്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതായത് നിങ്ങൾക്കൊരു ഡിഗ്രി മാത്രം മതി. അത് ബിടെക് ആവട്ടെ, ഇനി ഡോക്ടർ ഡിഗ്രി ആവട്ടെ, അല്ലെങ്കിൽ ഒരു BA ആവട്ടെ, BSc ആവട്ടെ, എന്ത് ഡിഗ്രി ആയിക്കോട്ടെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള അറിവാണ്. കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ബേസിക് ആയ അറിവ്, എന്താണ് മോണിറ്റർ, എന്താണ് പ്രിന്റർ, എന്താണ് വേൾഡ് വൈഡ് വെബ് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ വിശദമായിട്ട് നോക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ സിലബസ്, എന്താണ് അതിൻ്റെ എക്സാം, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ്. നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലിക്ക് ഏജ് ലിമിറ്റ് കേരള PSC പോലെ വളരെ കൂടുതൽ കിട്ടില്ല. 18 മുതൽ 27 വയസ്സ് വരെയാണ്. ഇതുകൂടാതെ SC STക്കും OBCക്കും ഒക്കെ അതിൻ്റെതായ ഒരു ഏജ് റിലാക്സേഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു റിലാക്സേഷൻ പ്രകാരം നിങ്ങൾക്ക് നോക്കിയാൽ മതി. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ വരുന്നതാണെങ്കിൽ ആ ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 3 ലെവലായിട്ടാണ് എക്സാം നടക്കുന്നത്. ഒന്ന് ടയർ 1 എക്സാം, അത് ഓൺലൈൻ എക്സാം ആയിട്ടാണ്. 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 5 പാർട്ടായിട്ട്, ഒരു പാർട്ടിൽ 20 ക്വസ്റ്റ്യൻ. അപ്പോൾ ഓരോ ക്വസ്റ്റിനും 1 മാർക്ക് നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ടാവും, 0.25 വെച്ച്. അപ്പോൾ അതിൽ ജനറൽ അവയർനെസ് ഉണ്ടാവും. ജനറൽ അവയർനെസ് എന്ന് വെച്ചാൽ പൊതുവായിട്ടുള്ള ജനറൽ നോളജ് ആയ കാര്യങ്ങളൊക്കെ ചോദിക്കും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതായത് നമ്മുടെ മാത്സ് ടൈപ്പ് ചോദ്യങ്ങൾ. ന്യൂമറിക്കൽ, അനാലിറ്റിക്കൽ, ലോജിക്കൽ എബിലിറ്റി ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജും പിന്നെ ജനറൽ സ്റ്റഡീസ് ഉണ്ട്. ജനറൽ സ്റ്റഡീസ് എന്ന് വെച്ചാൽ നമ്മുടെ ഹിസ്റ്ററി മറ്റു കാര്യങ്ങളൊക്കെ വരും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, 1/4 മാർക്കാണ്, 0.25. 1 മണിക്കൂർ 100 ചോദ്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കുന്ന ഒരാളാണ്, അത്യാവശ്യം ഇംഗ്ലീഷ് ലാംഗ്വേജിലൊക്കെ സ്കിൽ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഇനി ആ ഒരു സ്റ്റേജ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡായി ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പേപ്പറാണ് 50 മാർക്കിന്. അതായത് ഒരു എസ്സേ ഉണ്ടാവും 30 മാർക്കിൻ്റെ, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഉണ്ടാവും, പ്രിസൈസ് റൈറ്റിംഗ് ഉണ്ടാവും, ചെറിയ പാരഗ്രാഫുകൾ എഴുതാനുണ്ടാവും. അത് 50 മാർക്കിൻ്റെ 1 മണിക്കൂർ ടെസ്റ്റാണ്. അത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഉണ്ടാവും, അതിൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ഇന്റർവ്യൂവിൽ മറ്റ് സൈക്കോമെട്രിക് ടെസ്റ്റും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഒക്കെ നോക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. 2000 വേക്കൻസി ഉണ്ട്. നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എഴുതിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സാം പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ശ്രമിക്കുക മാത്രമേ വേണ്ടൂ. നിങ്ങൾക്ക് കൃത്യമായിട്ട് താല്പര്യമുണ്ട്, എനിക്കൊരു ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ഓഫീസർ ആവണമെന്നുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു അപ്ലിക്കേഷന് അയക്കാവുന്നതാണ്, പഠനം തുടങ്ങാവുന്നതാണ്. അപ്പം നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ അത്യാവശ്യം ഈ ഒരു സിലബസ് പ്രകാരം, ഈ ഒരു എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് പ്രകാരം കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. കേരളത്തിലാണെങ്കിൽ എക്സാം സെൻറ്റേഴ്സ് കുറേ എണ്ണം ഉണ്ട്. എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ. അപ്പോൾ നിങ്ങൾക്ക് 3 എക്സാം സെൻറ്റർ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ നിങ്ങൾക്ക് അടുത്തുള്ള പ്രദേശം തന്നെ കിട്ടുന്നതിൻ്റെ ചെയ്യും. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്
എക്സാമിനേഷൻ ഫീനെ കുറിച്ചാണ്. എക്സാമിനേഷൻ ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ന് കണ്ടതുപോലെ 100 രൂപയല്ല, ഇതിന് 2 എക്സാമിനേഷൻ ഫീ ഉണ്ട്. ആദ്യത്തേത് 100 രൂപ, അതാണ് എക്സാമിനേഷൻ ഫീ. ഇത് കൂടാതെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിംഗ് ചാർജ് എന്ന് വെച്ചാൽ ഒരു 500 രൂപയുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 600 രൂപയും ബാങ്കിന്റെ ചാർജും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ വേക്കൻസി നോക്കിക്കഴിഞ്ഞാൽ 2000 വേക്കൻസികളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ളതിൽ യാതൊരു തടസ്സവും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് കൂടാതെ ഈ ഒരു എക്സാമിനേഷൻ ഫീ ചില വിഭാഗങ്ങൾക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ആ 100 രൂപ ഒഴിവാക്കി കിട്ടും. പക്ഷേ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിംഗ് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിംഗ് ചാർജ് SC STക്കും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ 100 രൂപ ഒഴിവാക്കി കിട്ടും. പക്ഷേ 500 രൂപയും ബാങ്കിന്റെ ചാർജും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഫീ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതായത് കേരള PSC 10 20 വേക്കൻസികളല്ല വരുന്നത്. ഇത് 1000 2000 വേക്കൻസികളൊക്കെ ആവുന്ന സമയത്ത് കൃത്യമായി പഠിച്ച് പരീക്ഷ എഴുതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉണ്ട്, ആ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ വെബ്സൈറ്റ് ഉണ്ട്, mha.gov.in എന്ന് പറഞ്ഞിട്ട്. അതിൽ വേക്കൻസീസ് നോട്ടിഫിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അതിൽ വേക്കൻസീസ് എന്നുള്ളത് കാണും. അപ്പോൾ അതിൽ ആദ്യത്തെ വേക്കൻസിയാണ് റിക്രൂട്ട്മെന്റ് ടു ദ പോസ്റ്റ് ഓഫ് ACIO എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണുന്നുണ്ടാവും. ആ ഒരു ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു PDF ആണ് കിട്ടുക. ഈ ഒരു PDFൽ candidates are advised to copy the following link and paste in the address bar of their browser to go to the application portal എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വായിച്ചാലും വായിച്ചില്ലെങ്കിലും ഇതിന്റെ മേലെ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേജിലേക്ക് പോയില്ല. അവർ പറഞ്ഞതുപോലെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മാത്രമേ പോവുകയുള്ളൂ. കാരണം അത് ഇടയ്ക്കൊരു ബ്രേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ പോകത്തുള്ളൂ. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നോക്കിയിട്ട് അങ്ങ് ടൈപ്പ് ചെയ്താലും മതി. ഇല്ലെങ്കിൽ ആ ഒരു പേജിൽ നിന്ന് അത് കോപ്പി ചെയ്ത് നമ്മുടെ ഇതിലേക്ക് ബ്രൗസറിലേക്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് വരും. അതിൽ നിങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങളൊക്കെ കൊടുത്ത് അപേക്ഷിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ഇതിലെ ഒരു അപ്ലിക്കേഷൻ ഫീ കണ്ട് പേടിക്കേണ്ടതില്ല. നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ തീരുമാനിച്ച ഒരാളാണ്, ഡിറ്റർമിൻഡ് ആയ ഒരാളാണ്, നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത വരികയാണെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്യുക, പരീക്ഷയ്ക്ക് പഠിക്കുക. എപ്പോഴും ഓർത്ത് വെക്കുക, പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് ജോലി കിട്ടില്ല. നമുക്ക് ജോലി കിട്ടണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് മെനക്കെടണം. കാരണം ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള ജോലികൾക്ക് വേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. സാലറി നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ സാലറി ഒന്നുമല്ല. കേരളത്തിൽ ഏകദേശം സെക്കൻഡ് ഗസറ്റഡ് പോസ്റ്റിന്റെ സാലറിയാണ് ഇതുള്ളത്. അതായത് ഫസ്റ്റ് ഗസറ്റഡ് പോസ്റ്റ് എന്ന് വെച്ചാൽ 35,000 മുതലാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഗസറ്റഡിന്റെ പോസ്റ്റിന്റെ സാലറി ഒക്കെയാണ് ഇവിടെ ലഭിക്കുന്നത്. അതുകൂടാതെ അലവൻസ് ഒക്കെ ഉണ്ട്. ഇതൊന്നും കേരള സർക്കാരിൽ കിട്ടിയില്ല. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് വാങ്ങുക. ഈ ഒരു ജോലി നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതാണ്. അപേക്ഷിക്കുക, പഠിക്കാൻ തുടങ്ങുക. പഠിക്കുന്നില്ലെങ്കിൽ നമ്മൾ അപേക്ഷിക്കുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ വീണ്ടും ഒരു എക്സാമും കൂടി എഴുതി ഒരു എക്സ്പീരിയൻസും കൂടെ നേടാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ എക്സാം എന്തായാലും കിട്ടും, നിങ്ങൾക്ക് ജോലിയും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പഠിക്കാൻ വേണ്ടി തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഷെയർ കൂടി ചെയ്യുക. അവരും ഈ ഒരു വിവരം അറിയേണ്ടതാണ്. അപ്പം ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു നോട്ടിഫിക്കേഷനുമായിട്ട് ക്ലാസ്സും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.